എനിക്ക് തോന്നുന്ന ഒരു കാര്യം, ഇവിടുത്തെ ഇപ്പോഴത്തെ ഭരണകൂടത്തിനും കേന്ദ്ര സർക്കാരിൻ്റെ ഇപ്പോഴത്തെ നയത്തിനും ഇടയിൽ വലിയ അകലമുണ്ടെന്ന് ഇവിടുത്തെ ഒരു സമീപകാല ചരിത്രമെടുത്താൽ നമുക്ക് കാണാൻ പറ്റില്ല. തൊഴിലാളികളുടെ തൊഴിൽ സമയം ക്രമീകരിക്കാനുള്ള അവകാശം മുതലാളിക്ക് വിട്ടുകൊടുത്തിരിക്കുകയാണ്. 9 മണിക്കൂർ തൊഴിൽ 10 മണിക്കൂറാക്കാം, 12 മണിക്കൂർ വരെ ആക്കാം. തൊഴിലാളികളുടെ ഷിഫ്റ്റ് ക്രമീകരിക്കാനുള്ള അവകാശം എന്ന് പറയുന്നതിനെ അധിക വേതനമൊന്നുമില്ലാതെ തന്നെ ക്രമീകരിക്കാൻ കഴിയുന്ന ഇളവുകളോട് കൂടിയിട്ട് കൊടുത്തിരിക്കുന്ന ആർക്കാണ്? മുതലാളിക്ക് കൊടുത്തിരിക്കുകയാണ്. പണ്ട് 100 പേരിൽ താഴെയുള്ള സ്ഥാപനങ്ങളെ ലേ ഓഫിൻ്റെ കാര്യത്തിലാണെങ്കിൽ ഇപ്പം 300 താഴെയുള്ള ലേ ഓഫ് സർക്കാരിനോട് ചോദിക്കാതെ പിരിച്ചുവിടാൻ കഴിയുന്ന അവസ്ഥ ഉണ്ടായിരിക്കുകയാണ്. അത് ആർക്കാണ് ഗുണമുണ്ടാക്കുന്ന കാര്യം? പിന്നെ താൽക്കാലിക ജീവനക്കാരെ ഇഷ്ടം പോലെ നിയമിക്കാൻ കഴിയുന്ന തരത്തിൽ വ്യവസ്ഥ മാറ്റിയിരിക്കുകയാണ്. അത് ആർക്കാണ് ഉണ്ടാക്കുക? 1 വർഷം കഴിഞ്ഞാൽ ശരിയാണ്, ഗ്രാറ്റുവിറ്റി കിട്ടും. പക്ഷേ 1 വർഷം കഴിഞ്ഞാൽ നിങ്ങളെ പിരിച്ചുവിടാനുള്ള വകുപ്പുണ്ട്. പിരിച്ചുവിട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് പെൻഷൻ കിട്ടേണ്ടതല്ലേ? അത് കിട്ടില്ല. നിങ്ങൾക്ക് ഹയർ റാങ്ക് കിട്ടേണ്ടതല്ലേ? നിങ്ങൾക്ക് പ്രൊമോഷൻ കിട്ടേണ്ടതല്ലേ? അതെല്ലാം തടയും. അത്തരം സംഗതികളെല്ലാം ഇല്ലാതാക്കി ആളുകളെ എപ്പോൾ വേണമെങ്കിലും പിരിച്ചുവിടാം സർക്കാരിൻ്റെ അനുമതി ഇല്ലാതെ. ആളുകൾക്ക് സ്ഥിര വേതനം എന്ന് പറയുന്ന സ്ഥിര ജോലി, തൊഴിൽ സുരക്ഷ ഇതിന് എടുത്തു കളഞ്ഞ് ഇഷ്ടമുള്ളപ്പോൾ ആളെ നിയമിക്കുക, ഇഷ്ടമുള്ളപ്പോൾ എടുത്തു കളയുക പോലുള്ള സംഗതികൾ സർക്കാർ കൊണ്ടുവന്നിരിക്കുകയാണ്. അപ്പോൾ ഇതിൻ്റെ അപകട വശങ്ങൾ എടുത്ത് പരിശോധിച്ച് നോക്കിയാൽ തൊഴിലവകാശം ഒരു സമരം ചെയ്യണം. 14 ഡേയ്സ് മുമ്പ് നോട്ടീസ് കൊടുക്കാതെ സമരം ചെയ്യാൻ പറ്റത്തില്ല. അപ്പോൾ ഒരു പ്രശ്നം ഉണ്ടായാൽ നിങ്ങൾക്ക് ഉടനെ സമരം ചെയ്യാൻ പറ്റില്ല. ഗവൺമെൻറ് അല്ല, മുതലാളിയുടെ അനുമതി വേണം. നേരത്തെ ഞാൻ പറഞ്ഞില്ലേ, ഫാക്ടറീസിൽ മുതലാളി സൈൻ ചെയ്യാന്ന് പറഞ്ഞാൽ ഇവിടെ മുതലാളിയുടെ അനുമതി വേണം. എന്ന് മാത്രമല്ല, നിങ്ങൾക്ക് മാസീവായിട്ട് നിങ്ങൾ ഒരുമിച്ചെങ്കിൽ ലീവ് എടുക്കാൻ തീരുമാനിക്കുന്നു സമരത്തിന്. അങ്ങനെ എടുത്താൽ പോലും നിങ്ങളെ ശിക്ഷിക്കാനുള്ള വ്യവസ്ഥയുണ്ട്. കോടതിയിൽ പോകാനോ ലേബർ കോർട്ടിൽ പോകാനോ നിങ്ങൾക്ക് പറ്റില്ല. അങ്ങനെ ഇതിൻ്റെ മൊത്തം വശങ്ങൾ എടുത്ത് നോക്കിയാൽ ആത്യന്തികമായി ഇൻവെസ്റ്റേഴ്സിനെ, മുതലാളിമാരെ സഹായിക്കുക എന്ന ഉദ്ദേശത്തിലാണ് ഈ ലേബർ കോഡ് ഉണ്ടാക്കിയിരിക്കുന്നതെന്ന് നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ അത് ഉണ്ടാക്കിയിരിക്കുന്നത് എന്തിനാണെന്ന് ചോദിച്ചാൽ, ഈ പറഞ്ഞ വൻകിട കോർപ്പറേറ്റുകളെ സഹായിക്കുക എന്ന ഉദ്ദേശം അതിനകത്തുണ്ട്. ആ ഉദ്ദേശത്തോടെ ഉണ്ടാക്കിയിട്ടുള്ള ലേബർ കോഡ് എന്ന് പറഞ്ഞാൽ അത് നിയമമാക്കുന്ന ചർച്ച നടക്കുന്ന പാർലമെൻറ്റ് ഓർമ്മയുണ്ടല്ലോ. എതിർത്ത ആൾക്കാരെ മുഴുവൻ സസ്പെൻഡ് ചെയ്തിട്ടാണ് അതിനാണ് ഇത് ഉണ്ടാക്കുന്നത്. ഈ 5 വർഷം ഇപ്പോൾ ഇത് ഫ്രീസറിൽ വെച്ചിട്ട് പെട്ടെന്ന് നടപ്പിലാക്കാൻ പോവാണ്. അപ്പോൾ അത് കേരളത്തിലേക്ക് വരുമ്പോൾ കേരളത്തിൽ ഇപ്പോൾ ഇവിടുത്തെ യൂണിയനുകൾ അറിയാതെ അല്ലെങ്കിൽ മുന്നണി അറിയാതെ സർക്കാർ ഒപ്പുവെച്ചു എന്ന് പറയുമ്പം എനിക്ക് തോന്നുന്ന ഒരു കാര്യം, ഇവിടുത്തെ ഇപ്പോഴത്തെ ഭരണകൂടത്തിനും കേന്ദ്ര സർക്കാരിൻ്റെ ഇപ്പോഴത്തെ നയത്തിനും ഇടയിൽ വലിയ അകലമുണ്ടെന്ന് ഇവിടുത്തെ ഒരു സമീപകാല ചരിത്രമെടുത്താൽ നമുക്ക് കാണാൻ പറ്റില്ല. കാരണം ഇൻവെസ്റ്റേഴ്സ് വരട്ടെ, വികസനം വരട്ടെ, വികസനത്തിന് തടയിടുന്ന തരത്തിലുള്ള പരിധി വിട്ട തൊഴിലവകാശങ്ങൾ എന്ന് പറയുന്ന സംഗതി വേണമോ വേണ്ടെന്ന കാര്യത്തിൽ കൺഫ്യൂഷനുള്ള ഒരു ഗവൺമെൻറ് എവിടെയുള്ളൂ. സോ അതുകൊണ്ട് എനിക്ക് തോന്നുന്നില്ല ഇത് ആരും അറിയാതെ ചെയ്തിട്ടുള്ളതെന്ന്. PMCയുടെ കാര്യം ആരും അറിയാതൊന്നുമില്ല. അറിയേണ്ട ആൾക്കാരൊക്കെ അറിയുകയും അറിയേണ്ട ആൾക്കാരുടെയൊക്കെ അവരൊക്കെ വെറ്റ് ചെയ്തിട്ട് തന്നെയാണ് ഇതിൽ ഒപ്പുവെച്ചിട്ടുണ്ടാവുക. സെയിം സംഗതി ഇവിടെയും നടന്നിട്ടുണ്ട്. ഇവിടെ നമുക്ക് പറ്റിയ ഒരു സാധനം എന്താ വരുന്നു, അവർ നേരത്തെ എടുത്തിട്ടുണ്ടാവണം. അതുകൊണ്ട് ഇത് ഏതെങ്കിലും തരത്തിലുള്ള ആരും അറിയാതെ ഉദ്യോഗസ്ഥർ ചെയ്തൊന്നുമല്ല. ഉദ്യോഗസ്ഥർക്ക് അങ്ങനെ ചെയ്യാനും പറ്റില്ല. പിന്നെ അനാവശ്യമായിട്ട് വഴക്കുണ്ടാക്കുന്ന ആളുകൾ, എന്തിനു എതിർപ്പ് പറയുന്ന മുന്നണിക്കാർ, അവരോടൊക്കെ കൺസൾട്ട് ചെയ്ത് എന്തിനാണ് വെറുതെ മെനക്കെടുന്ന് നോക്കി അവർ താഴെ കൂടെ ഒപ്പിടുകയാണ്. എന്താണ് PMC ചെയ്തത്? അത് തന്നെ.